അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഖുർആനിലെ ഒരു സൂറത്താണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന, ജീവിതത്തിൽ എന്നതിലുപരി നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ബെനിഫിഷ്യലായിട്ടുള്ള, ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു അത്ഭുത സൂറത്താണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് ഒരുപാട് തരത്തിൽ ഗുണമുള്ളൊരു സൂറത്ത് തന്നെയാണ് ഈ പറയാൻ പോകുന്നത്, എല്ലാ നിലക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും സൂറത്ത് ഏതെന്ന് പറഞ്ഞുതരാം, അതിൻ്റെ ചില ഗുണങ്ങളും പരിചയപ്പെടുത്താം. അള്ളാഹു നമുക്ക് ഇതുപോലെയുള്ള സൂറത്തുകളൊക്കെ അതിൻ്റെ ഫളായിലുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ നിത്യമാക്കാനുള്ള, ദായിമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, സൂറത്തുൽ ഖുറൈശ് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സൂറത്താണ്. ഈ സൂറത്തിൻ്റെ ഫലങ്ങളാണിന്ന് പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ യത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഇതാണ് സൂറത്തുൽ ഖുറൈശ് എന്ന് പറയുന്ന അത്ഭുത സൂറത്ത്. ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ പലയിടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണല്ലേ. ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കളുടെ വീട്ടിൽ നിന്ന് പോലും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു അവസരത്തിൽ അവർ നമുക്ക് തരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും വിഷം ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും വിഷബാധയുള്ള ഭക്ഷണമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡൗട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഈ സൂറത്ത് നമ്മൾ ചൊല്ലിയിട്ട് അതിൽ മന്ത്രിക്കുക. മനസ്സിലായല്ലോ? നമ്മൾ ഇപ്പോൾ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അതിലൊക്കെ എന്തെങ്കിലും വിഷം ഉണ്ടോയെന്നോ അല്ലെങ്കിൽ വിഷബാധയുള്ള ഭക്ഷണമാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സൂറത്ത് നമ്മളൊരു തവണ പാരായണം ചെയ്തിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് നമ്മൾ ആ ഭക്ഷണം കഴിച്ചാൽ വലിയ വിഷം അതിലുണ്ടെങ്കിലും അത് നമുക്ക് ഏൽക്കില്ല. അള്ളാഹു നമ്മെ സംരക്ഷിക്കും ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് കൈവിഷമൊക്കെ തന്ന് നമ്മെ അവരുടെ പാട്ടിനാക്കാൻ പലരും ശ്രമിക്കൂലേ, അതിലൊന്നും നമ്മൾ പെടില്ല. നമ്മൾ ഈ സൂറത്ത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുള്ള ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചൊല്ലി മന്ത്രിച്ച് ആ ഭക്ഷണം കഴിച്ചാൽ അത് മുഖാന്തരം നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ സൂറത്ത്, അള്ളാഹിൻ്റെ ഖുർആനിൽപ്പെട്ട ഒരു അത്ഭുത സൂറത്താണ്. അതുകൊണ്ട് നമുക്ക് സംരക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സംരക്ഷണം കിട്ടാനാണ്? അപ്പോൾ അതൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. മനസ്സിലായല്ലോ? ഈ സൂറത്ത് ഒരു തവണ ചൊല്ലിയിട്ട് അതിൽ മന്ത്രിക്കുക. അതുപോലെ തന്നെ നമുക്കൊരുപാട് ടെൻഷനുകൾ വരാറുണ്ടല്ലേ, മനക്ലേശങ്ങൾ വരാറുണ്ടല്ലേ. മനുഷ്യരല്ലേ, കടങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. വീടില്ലാത്തതിൻ്റെ പേരിൽ, മക്കളുടെ ദുസ്വഭാവം കാരണം, ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം, ഭാര്യയുടെ ദുസ്വഭാവം കാരണം, ഇങ്ങനെ പല രീതിയിൽ മനക്ലേശങ്ങൾ, ടെൻഷനുകൾ വരാറുണ്ടല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യുക, ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അള്ളാഹു അകറ്റും ഇൻഷാ അല്ലാഹ്. ഒരു സമാധാനം അള്ളാഹു നിങ്ങൾക്ക് ഇട്ടുതരും ഇൻഷാ അല്ലാഹ്. എത്ര വലിയ ദുഃഖം ഉണ്ടെങ്കിലും മനക്ലേശം ഉണ്ടെങ്കിലും ഈ സൂറത്ത് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചൊല്ലുക. അപ്പോൾ അതൊക്കെ അള്ളാഹു അകറ്റി തരും ഇൻഷാ അല്ലാഹ്. അതുപോലെ പലരും പറയുന്ന പ്രയാസമാണ് വസ്വാസ് എന്നുള്ളത്. വസ്വാസ് ഉള്ളവർക്ക് പറ്റിയ ബെസ്റ്റ് സൂറത്താണിത്. അവരെല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കിയാൽ അല്പാൽപമായിട്ട് അവരുടെ ആ വസ്വാസ് ഇല്ലാതാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. മനസ്സിലായല്ലോ? വസ്വാസുള്ളവർ നിങ്ങൾ അതിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പതിവാക്കുക. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരോട് ഇത് ചെയ്യാൻ പറയാം. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ, മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലായല്ലോ? വസ്വാസുള്ളവർക്ക് പറ്റിയ സൂറത്താണ്. അതുപോലെ നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, എന്തെങ്കിലും ഫോണോ അല്ലെങ്കിൽ സ്വർണ്ണോ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ സാധനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യുക, ഈ സൂറത്ത് നമ്മളപ്പോൾ ചൊല്ലുക. മനസ്സറിഞ്ഞ് അത് കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ ചൊല്ലിയാൽ അത് നമുക്ക് ലഭിക്കുന്നതാണ്, തിരിച്ചു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ മറ്റും ഒരുപാട് ഗുണങ്ങൾ ഈ സൂറത്തിനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിക്കൊണ്ട് പറയണം. എല്ലാ ഫലങ്ങളും നമ്മെക്കൊണ്ട് പറഞ്ഞു തീർക്കാനും കഴിയില്ല, എന്നാൽ ഒരുപാട് ഫലങ്ങളുണ്ടേനും. അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ, അതൊക്കെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. സൂറത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സൂറത്തുൽ ഖുറൈശ് പതിവാക്കിയാൽ ഏറെ ഗുണങ്ങളുള്ളതാണ്, നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന സൂറത്താണ്. അപ്പോൾ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.